ഞാൻ നോക്കുന്ന വധു എന്ന് പറഞ്ഞാൽ മിനിമം +2 ആണ്. അതാണ് എന്നെ മനസ്സിലാക്കി എൻ്റെ കൂടെ നിൽക്കണം. അതാണ് മെയിനായിട്ടുള്ള കാര്യം. വേറെ ഡിമാൻഡ് മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല. ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിൻകര ചെങ്കൽ വട്ടവിള എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ടോണി, എൻ്റെ പേരെന്താ? ചക്കി. അപ്പോൾ ചക്കി ഭയങ്കര കരച്ചിലാണ് കേട്ടോ. ഇവിടെ 2 ഡോഗുകളുണ്ട്. അപ്പോൾ അനൂപ് വളർത്തുന്നതാണ്. നമ്മളിവിടെ വന്നത് ഇത് അനൂപിനെ കാണാനാണ്. പരിചയപ്പെടുത്തരാം. അനൂപിന് ഒരു കണ്ണിന് കാഴ്ചശക്തിയില്ല. പിന്നെ സ്ഥിരമായിട്ട് പിന്നെ ഈ ഒരു തൈറോയിഡിൻ്റെ ഗുളിക സ്ഥിരമായിട്ട് കഴിക്കണം അല്ലേ? തൈറോയിഡിൻ്റെ ഒരു ഓപ്പൺ സർജറി ഇവിടെ ഇങ്ങനെ ചെയ്തിരുന്നു. അതിൻ്റെ ചെറിയൊരു പാടുണ്ട്. അതിൻ്റെ ഒരു ടാബ്ലറ്റ് കഴിക്കുന്നുണ്ട് കേട്ടോ. വേറെ യാതൊരു പ്രശ്നമില്ല. ആൾ വർക്ക് ചെയ്യാണ്, കെയർ ടേക്കറായിട്ട് വർക്ക് ചെയ്യാണ്. നമുക്ക് ആളെ പരിചയപ്പെടാം. ഓക്കെ, ഇതാണ് അനൂപ്. അനൂപ്, എന്തൊക്കെ വിശേഷം? അനൂപിന് എത്ര വയസ്സുണ്ട്? 30 വയസ്സാണ് അനൂപിനായത്. അപ്പോൾ അനൂപിൻ്റെ അമ്മ ഇവിടെ ഉണ്ട് കേട്ടോ. ഇതാണ് അമ്മ. അച്ഛൻ ജോലിക്ക് പോയതാണ് അല്ലേ? അച്ഛൻ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? ചെങ്കൽ. കെട്ടിട തൊഴിലാളിയാണ്. അച്ഛൻ ഇപ്പോൾ വരും. പിന്നെ കെയർ ടേക്കറായിട്ടല്ലേ വർക്ക് ചെയ്യുന്ന അനൂപ്? ബിസിനസ് ചെയ്യുന്നുണ്ട്. എന്ത് ബിസിനസ്സാ? നാച്ചുറൽ ട്രീറ്റ്മെൻ്റ് ആണ്. നാച്ചുറൽ ട്രീറ്റ്മെൻറ്റ്. ആയുർവേദത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട് അല്ല മെഡിസിൻ സപ്ലൈ ആണോ? നമ്മൾ ഓൺലൈൻ മാർക്കറ്റ് പോലെയാണ്. മെഡിസിൻ സപ്ലൈ ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഓൺലൈൻ സപ്ലൈ ചെയ്യുന്നുണ്ട് അല്ലേ? അത് ശരി. അപ്പോൾ ഇത് ഒരു പിന്നെ കെയർ ടേക്കർ തന്നെ ഇങ്ങനെ വയ്യാത്തവരെ നോക്കുന്ന വർക്കല്ലേ? അതെ. അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും കോഴ്സ് എന്തോ പഠിച്ചിരുന്നോ? എത്ര വരെയാണ് പഠിച്ചത്? പോളിടെക്നിക് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ ജോലി സെലക്ട് ചെയ്തതാണ് അല്ലേ? നല്ലൊരു ഫീൽഡാണല്ലേ ഈ കെയർ ടേക്കറിന്. നല്ലൊരു ക്ഷമ വേണമല്ലേ? അതെ. പിന്നെ വെയിറ്റ് മനസ്സിലാക്കി നമ്മൾ പെരുമാറണം. അതെ, തീർച്ചയായിട്ടും. നമുക്ക് ദൂരം പ്രശ്നമില്ലല്ലോ? ഇല്ല, എവിടെയാണെങ്കിലും നമുക്ക് സ്വീകരിക്കാം അല്ലേ? നമ്മൾ മണ്ണാരാണ്. പഴയ രീതിയിലുള്ള അലക്ക് പാർട്ടിയാണ്. നമ്മൾക്ക് ജാതിയൊന്നും പ്രശ്നമില്ല, സ്ത്രീധനത്തിൻ്റെ കൂടെയൊന്നും താല്പര്യമൊന്നുമില്ല. അങ്ങനെയാണ്. അതെ, ജാതകമൊന്നും പ്രശ്നമില്ല. അതൊന്നും നോക്കുന്നില്ല. നമുക്ക് അങ്ങനെയുള്ളൊരു നല്ലൊരു വധുവിനെ എവിടെയാണെങ്കിലും അല്ലേ? ദൂരവും പ്രശ്നമില്ലല്ലോ. എത്ര വയസ്സ് വരെ നമുക്ക് നോക്കാം? ഒരു 25 തൊട്ട് 28, 29 വരെയൊക്കെ നോക്കാം. ബ്രോന് ഡ്രൈവ് ചെയ്യാൻ അതൊക്കെ ഡ്രൈവ് ചെയ്യാൻ പറ്റൂല അല്ലേ? അല്ലാണ്ട് ഇപ്പോൾ ഒരു കണ്ണിന് നല്ല കാഴ്ച ഉണ്ടല്ലോ. അപ്പോൾ ട്രാവൽ ചെയ്യാനും കാര്യത്തിനൊന്നും കുഴപ്പമില്ല. നമുക്ക് എവിടെയും പോകാനും ഇതിനൊന്നും പ്രശ്നമില്ല അല്ലേ? അതെ. അപ്പോൾ സ്റ്റിക്കിൻ്റെ ഒന്നും ആവശ്യമില്ല. സ്റ്റിക്കൊന്നും വേണ്ട. നമ്മൾ ഈ ഒരു കണ്ണിൻ്റെ കാഴ്ചയില്ല എന്നുള്ളൊരു വിഷയം. അത് എങ്ങനെ വന്ന് ജന്മനുള്ളതാണോ? ഓല വീണതാണ് ചെറുപ്പത്തിലോ? ഓ, അത് ശരി. അപ്പോൾ ഇതൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ. ചെറുപ്പകാലത്തുള്ള മക്കൾക്ക് ഉണ്ടാകുന്ന ഓരോ ചെറിയ കാര്യങ്ങളും പിന്നീട് അവരുടെ ലൈഫിലുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെയാണ് കാഴ്ച പോയതല്ലേ? എക്സാമൊക്കെ ഒറ്റക്കായിരുന്നു എഴുതിയിരുന്നത്? ഒരു കണ്ണിൻ്റെ കാഴ്ച കൊണ്ടാണ് എഴുതിയത് അല്ലേ? ബ്രെയിൽ ലിപി ഒന്നും പഠിക്കേണ്ട വന്നിട്ടില്ലല്ലേ? സാധാ സ്കൂളിൽ തന്നെയാണ് പോയത്? അതെ. അപ്പോൾ കാഴ്ച, ഒരു കണ്ണിന് കാഴ്ച ഉണ്ടല്ലോ. പിന്നെ നമുക്ക് ചെറിയ ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉള്ള ആലോചന നമ്മൾ നോക്കുന്നുണ്ടോ? ഈ പാർഷ്യലി ബ്ലൈൻഡും അങ്ങനെയൊക്കെയുള്ള നമുക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ കൈക്കാലിനും അങ്ങനെ ചെറിയ ബുദ്ധിമുട്ടൊന്നും നമുക്ക് വിഷയമില്ല അല്ലേ? നമുക്കതൊന്നും കുഴപ്പമില്ല. ദൂരവും പ്രശ്നമില്ല. അപ്പോൾ ഒരു 29 വയസ്സ് വരെയുള്ള അനുയോജ്യമായ ആലോചനകൾ മുമ്പോട്ട് വരിക. നമ്മൾ കണ്ണ് വയ്ക്കാത്തത് പിന്നീട് നമ്മൾ ഒരു കുട്ടിയെ നോക്കി പിന്നീടൊരു പ്രശ്നമെന്ന് പറയുമ്പോൾ അറിയുമ്പോൾ ഒരു പ്രശ്നമാവും. അതുകൊണ്ടാണ് നമ്മൾ പിന്നെ കണ്ണിൻ്റെ പ്ലാസ്റ്റിക് സർജറിയെ കുറിച്ച് ആലോചിക്കാത്തത്. അതെ. ഇപ്പോൾ ഇനി നമുക്ക് കല്യാണമൊക്കെ കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് സർജറി വേണമെങ്കിൽ ചെയ്യാം അല്ലേ? അതെ. കണ്ണിൻ്റെ അവസ്ഥ ഇതാണ്. ഗ്ലാസ് എടുക്കുമ്പോൾ ബുദ്ധിമുട്ടൊന്നുമില്ല. അതെ, അത് അടഞ്ഞ രൂപത്തിലാണ് അല്ലേ? അതെ. പ്ലാസ്റ്റിക് സർജറി ചെയ്താൽ അത് റെഡിയാക്കി എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി കാഴ്ച കിട്ടൂലെങ്കിലും ഒരു ഡമ്മി പോലെ അങ്ങനെയാണോ? ഇവിടെ ഡമ്മി പോലെ വെക്കാം. ദൂരോട്ട് നോക്കിയാൽ കണ്ണ് ഒറിജിനൽ കണ്ണ് തന്നെ വെക്കാം. അപ്പോൾ കാഴ്ച കിട്ടും. ഓ, നല്ല പൈസയാവും. അതുകൊണ്ടാണ് നമ്മൾ നോക്കാത്തത്. എത്ര മക്കളാ? ഞാൻ ഒരാളാണ്. ഒറ്റ മോനാണ് അല്ലേ? ശരിക്കും ഇവിടെ റോഡ് സൈഡ് തന്നെയാണ് കേട്ടോ ഇവരുടെ വീടൊക്കെ വരുന്നത്. ഈ വീട് ഇപ്പം അടുത്ത് വെച്ചാണോ? അതെ, അടുത്ത് വെച്ചതാണ്. 3 കൊല്ലം ആകാൻ പോകുന്നേ ഉള്ളൂ. ലൈഫ് മിഷൻ കിട്ടിയതാണ്. ലൈഫ് മിഷൻ്റെ ഭാഗമായിട്ട് ഉള്ളതാണ് അല്ലേ? പണി പൂർത്തിയാക്കാനുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. ഞാൻ നോക്കുന്ന വധു എന്ന് പറഞ്ഞാൽ മിനിമം +2 ആണ്.
അതുകൊണ്ട് എന്നെ മനസ്സിലാക്കി എൻ്റെ കൂടെ നിൽക്കണം, അതാണ് മെയിനായിട്ടുള്ള കാര്യം. വേറെ ഡിമാൻഡ് മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല. അതെ. നിങ്ങൾ എങ്ങനെയാണ്, സൗമ്യ സ്വഭാവക്കാരനോ ദേഷ്യക്കാരനാണോ, ഫ്രണ്ട്സുകളോ എങ്ങനെയാണ്, നിങ്ങളെ പറ്റി ഒന്ന് പറയൂ. എന്ന് പറഞ്ഞാൽ ദേഷ്യം വരും എന്ന് പറഞ്ഞാൽ അത് എനിക്ക് കള്ളം പറയണത് ഇഷ്ടമല്ല. അതെ, അത് നമ്മളെ കൂടെ നിന്നിട്ട് പിന്നീട് കള്ളം പറയണത് ഇഷ്ടമല്ല. അങ്ങനെ ദേഷ്യം വരും. വേറെ ശാന്ത സ്വഭാവമാണ്, ജെനുവിനാണ് അല്ലേ, എന്തും തുറന്ന് പറയാന്നുള്ള മൈൻഡാണ് അല്ലേ. അതെ. പിന്നെ ഫ്രണ്ട്സൊക്കെ ഉണ്ടോ? ഫ്രണ്ട്സൊക്കെ ഉണ്ട്. ഇപ്പോൾ ജോലി നമ്മളെ എന്തെങ്കിലും ദുശ്ശീലങ്ങളോ കാര്യങ്ങളൊന്നും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. ബാക്കി നിങ്ങൾ ഇരു കൂട്ടരെ അന്വേഷിച്ചിട്ട് ചെയ്യുക. നമ്മളിപ്പോൾ വീഡിയോ ചെയ്ത് കാര്യങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടുത്തേ ഉള്ളൂ. ബാക്കി ഇരു കൂട്ടരെ അന്വേഷിച്ച് ചെയ്യണം. കല്യാണത്തിന് ശേഷമുള്ളൊരു കാര്യത്തിന് നമുക്ക് യാതൊരു ഉത്തരവാദിത്വം ഉണ്ടാവില്ല. അപ്പോൾ അനൂപ് കുറേ ആയി വിളിക്കുന്നത്, അപ്പോൾ ലീവ് ഉണ്ട് വരുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഇപ്പോഴാണ് ഒരു സാഹചര്യ സന്ദർഭം ഒത്തു കിട്ടിയത്. അപ്പോൾ അനൂപിന് പറ്റിയൊരു വധു എത്രയും പെട്ടെന്ന് തന്നെ മുമ്പോട്ട് വരട്ടെ. ഈ ഒരു കണ്ണിൻ്റെ ഒരു പ്രശ്നമൊന്നും പറയാനൊന്നും ഇല്ല കേട്ടോ. എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്യുന്നതാണ്, യാത്ര ചെയ്യുന്നതാണ്, സ്റ്റിക്കും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല. ഫ്യൂച്ചറിൽ നമുക്ക് കണ്ണ് മാറ്റി വെക്കാൻ വരെ പറ്റും എന്നുള്ളതൊക്കെ പറഞ്ഞ്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ പെട്ടെന്ന് തന്നെ റെഡി ആവട്ടെ അല്ലേ. രാത്രിയായി ഇവിടെ വരുമ്പോൾ. അപ്പോൾ നിന്നെടുക്കുമ്പോഴാണ് നല്ല ക്ലാരിറ്റി ഉള്ളത്. അപ്പോൾ നിങ്ങൾ ഇരുന്ന് സമാധാനത്തിൽ എന്താ എടുക്കാത്തതെന്നൊന്ന് വിചാരിക്കണം കേട്ടോ. നിൽക്കുമ്പോഴാണ് കറക്റ്റ് ഫേസിലേക്ക് അവൻ്റെ ലൈറ്റ് അടിച്ചിട്ട് നല്ല ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ട്. കാണുന്നതാണ് കേട്ടോ അനൂപിൻ്റെ വീട്. രണ്ടാളും നല്ല ബഹളമാണ്. ഇതാ രണ്ടുപേര്. അപ്പോൾ ഫ്രണ്ട്സ്, അനൂപ് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടല്ലോ. അത് മനസ്സിലാക്കിയിട്ട് നല്ലൊരു ആലോചന എത്രയും പെട്ടെന്ന് മുമ്പോട്ട് വരും. ഒറ്റ മോനാണ് അനൂപ്. അപ്പോൾ അവനിക്ക് ഇപ്പോൾ കെയർ ടേക്കർ ജോലി കാര്യങ്ങളൊക്കെയാണ്, നല്ല കുഴപ്പമില്ലാണ്ട് നല്ല രീതിയിൽ പോകുന്നതാണ്. ഇവിടെ അടുത്തുള്ള ഒരു സ്ഥലത്താണ് വർക്കിന് പോകുന്നത്. പിന്നെ ആൾ പോളിടെക്നിക്കൊക്കെ കഴിഞ്ഞതാണ്. ഈ കണ്ണിൻ്റെ പ്രശ്നം ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ബാധിക്കുകയും കാര്യങ്ങളൊന്നുമില്ല. ഫ്യൂച്ചറിൽ എത്രയും പെട്ടെന്ന് എനിക്കൊരു കണ്ണ് മാറ്റി വെച്ച് ആ കണ്ണിനും കൂടെ കാഴ്ച കിട്ടുന്ന ഒരു ലെവലിലൊക്കെ ആവട്ടെ, നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. അപ്പോൾ കേരളത്തിൽ എവിടെയാണെങ്കിലും നമുക്ക് കുഴപ്പമില്ല. നല്ലൊരു വധു, ഈ പറഞ്ഞ 29 വയസ്സിൻ്റെ ഉള്ളിലുള്ള നല്ലൊരു വധു എവിടെയാണെങ്കിലും മുമ്പോട്ട് വരണം. അതിന് നിങ്ങളെല്ലാവരും മാക്സിമം ഷെയർ ചെയ്യണം, എല്ലാ ഏരിയയിലും ഷെയർ ചെയ്യണം. പാവപ്പെട്ട മക്കളൊക്കെ ഉണ്ടാവും, ചെറിയ ബുദ്ധിമുട്ടുള്ള മക്കളെയും നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാണ്. ഒരു പാർഷ്യലി ബ്ലൈൻഡോ അല്ലെങ്കിൽ കാഴ്ചയ്ക്ക് ചെറിയ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ അതേപോലെ ചെറിയ എന്തെങ്കിലും ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും നമുക്ക് വിഷയമല്ല. ആത്മാർത്ഥമായിട്ടുള്ളൊരു സ്നേഹമൊക്കെ അനൂപിൻ്റെ ആയിരുന്നു കിട്ടും കേട്ടോ. ആൾ ജെനുവിനാണ്. അങ്ങനെ കളവ് പറയുക, കള്ളത്തരം ചെയ്യുക അങ്ങനത്തെ ഒന്നുമില്ല. ഓപ്പൺ, ഒരു തുറന്ന പുസ്തകമാണ്, എല്ലാം തുറന്ന് പറയുക, അങ്ങനെയുള്ളൊരു മെൻറ്റാലിറ്റി ഉള്ളൊരു ചെറുപ്പക്കാരനാണ്. അപ്പോൾ നിങ്ങൾക്ക് അന്വേഷിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെട്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് കല്യാണമായിട്ട് മുമ്പോട്ട് വരാം. അടുത്ത അനൂപിൻ്റെ കല്യാണത്തിനൂടെ വരാൻ സാധിക്കട്ടെ. നിങ്ങളെല്ലാവരും കൂടെ നിൽക്കട്ടോ. ഓക്കെ.